ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കാൻ ശ്രമമുണ്ടായി എന്ന് പ്രശസ്ത നർത്തകിയും കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറുമായ മല്ലിക സാരാഭായ്. എന്നാൽ എതിർപ്പുകൾ തള്ളി ആശാവർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂരിൽ നടത്തിയ പരിപാടിയിൽ മല്ലിക സാരാഭായ് പങ്കെടുത്തു. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന് മല്ലിക സാരാഭായ് 24-നോട് പറഞ്ഞു. സാറ ജോസഫ് അടക്കമുള്ള സാംസ്കാരിക നായകരാണ് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂരിൽ ഇന്ന് പരിപാടി സംഘടിപ്പിച്ചത്. ആശാപ്രവർത്തകർക്ക് 1000 രൂപ വീതം പൗരസമിതി നൽകുന്നതാണ് പരിപാടി. സമരത്തെ അനുകൂലിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ തുനിഞ്ഞതോടെ താൻ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടരുതെന്ന തരത്തിൽ പലയിടത്തു നിന്ന് സന്ദേശങ്ങൾ കിട്ടിയെന്നാണ് മല്ലിക സാരാഭായ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കലാമണ്ഡലത്തിലെ ചാൻസലർ എന്ന പദവിയുള്ളപ്പോൾ അഭിപ്രായ പ്രകടനത്തിന് വിലക്കുണ്ടത്രേ. പക്ഷേ തനിക്ക് താനാകാനേ കഴിയൂവെന്നും കുറിച്ചു. പരിപാടിയിൽ നിന്ന് താൻ പിന്നോട്ട് പോവില്ലെന്ന് രാവിലെ മല്ലിക സാരാഭായ് 24-നോട് പറഞ്ഞു. 2 മണിക്ക് ശേഷം നടന്ന പരിപാടിയിൽ ഓൺലൈനായി 1000 രൂപ ആശാവർക്കർമാർക്ക് നൽകി നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പരിപാടിയിൽ മല്ലിക സാരാഭായിയുടെ സന്ദേശവും വായിച്ചു. മല്ലിക സാരാഭായ് എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിനോട് പ്രതികരിച്ചതെന്ന് ആലോചിക്കണം. അവരൊരു സ്ത്രീയാണ്. അവർക്ക് ഈ ആശാവർക്കർമാരുടെ ഇത്ര ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെക്കുറിച്ചിട്ടും അവരുടെ അവസ്ഥയെക്കുറിച്ചിട്ടും അതിനോടെടുക്കുന്ന സർക്കാരിൻ്റെ നിലപാട് ഇതല്ല വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവാം. അതിപ്പോൾ മല്ലിക സാരാഭായിക്ക് മാത്രമല്ല, ഒരുപാട് ഹൃദയമുള്ള മനുഷ്യർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. മല്ലിക സാരാഭായിയുടെ വെളിപ്പെടുത്തലിനോട് പക്ഷേ CPIMോ സംസ്ഥാന സർക്കാരോ പ്രതികരിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.